പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. കോവിഡ് കാലത്ത് കിറ്റ് മാത്രമല്ല പണവും സർക്കാർ നൽകണമെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ കയ്യിൽ പണമാണ് ഇല്ലാത്തത്. പണം ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരുമാനം നിലച്ച ലോക്ക്ഡൌൺ കാലത്ത് ഓരോ കാർഡ് ഉടമയ്ക്കും 5000 രൂപയെങ്കിലും കയ്യിലെത്താനുള്ള സംവിധാനം സർക്കാർ ചെയ്യണമെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ ഈ എക്കണോമി ശരിയാവുമോ? ഫൈന് കാവുന്നത്ര ഫൈന് കളക്ട് ചെയ്യാം. വല്ലവനും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ എവിടേക്കെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനാണ് അവൻ പായുന്നത്. കൂലിവേലക്കാരന് ഭയങ്കര കഷ്ടമാണ്. കൂലിവേലക്കാരന് പണിയില്ല. രാവിലെ ഇറങ്ങണ്ടേ, പോകുമ്പോൾ പിടിക്കും, ഫൈനിടും. ആ ഫൈന് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക എന്ന ഒരു പോളിസി പോലീസുകാരെ കൈ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത കൈ കൊണ്ട് പിടിച്ചു വാങ്ങുക, വലത്തെ കൈ കൊണ്ട് വലിയ സൗജന്യം കൊടുക്കുന്ന കൊട്ടി ഘോഷിച്ച ഒരു കിറ്റ് അങ്ങോട്ട് കൊടുക്കും. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. എല്ലാ മേഖലകളിലും ആത്മഹത്യകൾ നടക്കുന്നു. ഇടത്തെ കൈകൊണ്ട് ഫൈൻ വാങ്ങി വലത്തെ കൈകൊണ്ട് കിറ്റ് നൽകുന്ന സമീപനമാണ് സർക്കാരിനെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ആരാണ് നമ്മുടെ ഈ കോവിഡ് പോളിസിൻ്റെ അടച്ചിടൽ നയവും തീരുമാനിക്കുന്നത്? ധനകാര്യമന്ത്രി വളരെ കാഷ്വലായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയമല്ലത്. ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. ആരാണ് ഈ അടച്ചിടൽ പോളിസി തീരുമാനിക്കുന്നത്? വളരെ അശാസ്ത്രീയമാണ് അത് എന്നാ പറയുന്നത്. മുഴുവൻ അടച്ചിടുക, എന്നിട്ട് ഇടക്ക് തുറക്കുക. ഈച്ച വരുന്ന മാതിരി കൂട്ടത്തോടെ ആളുകൾ വരിക, എല്ലാവരും കോവിഡും കൊണ്ട് മടങ്ങി പോവുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തെവിടെ ഇതില്ല. ലോകത്തൊക്കെ ചെയ്തെന്താ, ട്രേസ്, ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സമയം കൊടുത്ത്, നിങ്ങളിപ്പോൾ ഏതാണ്ട് ആ ബിവറേജ് കോർപ്പറേഷനിൽ എടുക്കണ നയമില്ല, അത് തന്നെ ആ ബിവറേജ് കോർപ്പറേഷനിൽ ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിക്കൂടെ? ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ സിസ്റ്റം കൊണ്ടുവന്നൂടെ? എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ശമ്പളം തന്നെ സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ കേരളത്തിൽ ഇക്കാലത്ത് 85 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസമായി കിറ്റ് നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി.